ഹായ് ഫ്രണ്ട്സ്, ഉമ്മി ആൻഡ് മീ റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റുള്ള കൂൺ റോസ്റ്റാണ്. ഈ കൂണ് ഞാൻ ഇവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോയിട്ട് കൂൺ പറിച്ചെടുത്തിട്ട് വരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കൂൺ ബെഡ്. കണ്ടോ, പറിച്ചെടുക്കാൻ പാകത്തിന് വിരിഞ്ഞ് നിൽക്കുന്ന കൂണുകളാണിത്. 2 ബെഡുകളിലാണ് ഇപ്പോൾ കൂണുണ്ടായിട്ടുള്ളത്. ബാക്കിയുള്ളതിലൊക്കെ ഇതുപോലെ ചെറിയ മുട്ടുകൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതാണ് വേറൊരു ബെഡ്. ഇതിൽ കുറച്ച് വലിയ കൂണുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്കിത് പറിച്ചെടുക്കാം. ഏറ്റവും മുകളിലുള്ള ബെഡിലാണ് ഈ കൂൺ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വലിയ ഉറപ്പൊന്നുമില്ല. നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ മാത്രം മതി. ചിപ്പിക്കൂണാണ് ഞാനിവിടെ കൃഷി ചെയ്യുന്നത്. അങ്ങനെ കൂണെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ചൂടായൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ എണ്ണയിലേക്ക് 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് റോസ്റ്റായി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. എപ്പോഴും കൂൺ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. തേങ്ങ ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് മൂത്ത നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് കൂടി ചേർക്കാം. ഇനി ഈ സവാളയും തേങ്ങയും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർക്കാം. ഇഞ്ചി കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇഞ്ചി കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അധികം പുളിയില്ലാത്ത തക്കാളി ആയതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത്. പുളിയുള്ള തക്കാളിയാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ പകുതി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി ചേർക്കുമ്പോൾ എപ്പോഴും വറുത്ത മല്ലിപ്പൊടി തന്നെ ചേർക്കണം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2.5 ടേബിൾ സ്പൂൺ ഇറച്ചി മസാലയുമാണ് ചേർക്കുന്നത്. നിങ്ങൾ ഗരം മസാലയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മല്ലിപ്പൊടി 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈസ്റ്റേൻ്റെ മീറ്റ് മസാലയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി ഈ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വാരി വെച്ചിട്ടുള്ള കൂൺ ഇട്ട് കൊടുക്കാം. ചിപ്പിക്കൂണായതുകൊണ്ട് കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം. നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഈ കൂണിൽ നിന്ന് തന്നെ ഉണ്ടാകും. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 30 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ 2-3 തവണ ഞാൻ ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കഴിയുമ്പോൾ കൂൺ റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള കൂണ് നമുക്ക് വീട്ടിൽ തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനിയും കൂണിൻ്റെ വെറൈറ്റി റെസിപ്പീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്